ഹലോ ഫ്രണ്ട്സ്, ദ ഗോട്ട് മൂവിയിൽ ശരിക്കും ആരാണ് വില്ലൻ? വില്ലനെ പറ്റി പോകുന്ന ചില ന്യൂസുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ നേരെ സമയമൊന്നും നോക്കാതെ വീഡിയോയിലോട്ട് പോകാം. ഈ ഗോട്ട് മൂവി അനൗൺസുകളൊക്കെ ചെയ്യുന്നതിന് മുൻപേ മൈക്ക് മോഗൻ്റെ പേരാണ് വില്ലനായിട്ട് കണക്കൂട്ടിയിരുന്നത്. അങ്ങനെയായിരുന്നു അന്നത്തെ റൂമേഴ്സ്. എന്നാൽ ഇപ്പോഴൊക്കെ നോക്കുമ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടോ എന്ന് പോലും അറിയില്ല. മൈക്ക് മോഗൻ എന്ത് ക്യാരക്ടറാണ് എന്ന് പോലും അറിയില്ല. മെയിൻ വില്ലൻ റോളൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇപ്പോഴേ അറിഞ്ഞേനെ. ഷൂട്ടിങ്ങിൽ കാൽഷീറ്റ് പോലും മൈക്ക് മോഗന് കുറച്ച് ടൈമേ ഉള്ളൂ. അതായത് മൂവിയിൽ സ്ക്രീൻ ടൈം കുറവാണ്. അപ്പോൾ ആരാകും വില്ലൻ ഗോട്ട് മൂവി എന്നത് സോഷ്യൽ മീഡിയയിൽ പോകുന്ന ലേറ്റസ്റ്റ് റൂമേഴ്സ് നോക്കുമ്പോൾ, അതായത് ഗ്ലിംസ് വന്നതിന് ശേഷം വന്ന റൂമേഴ്സ് ചെക്ക് ചെയ്യുമ്പോൾ ടോപ്പ് ട്രെൻഡായിട്ട് പോകുന്നത് ഡി ഏജിങ് ക്യാരക്ടർ മെയിൻ വില്ലാണ് എന്ന് പറയുന്നതാണ്. അതിൻ്റെ റൂമർ സ്റ്റോറി നോക്കിയപ്പോൾ ഈ ഡി ഏജിങ് ക്യാരക്ടർ എന്നത് നമ്മുടെ സയൻറ്റിസ്റ്റ് വിജയ് ഉണ്ടാക്കിയ ഒരു AI റോബോട്ടാണ്. ശരിക്കുമുള്ള ലോകത്തിലുള്ള സയൻറ്റിസ്റ്റുമാരൊക്കെ ഇപ്പോഴും പറയുന്നത് AI അഡ്വാൻസ് ആകും തോറും മനുഷ്യരാശിക്ക് ആപത്ത് കൂടുതലാണ് എന്നതാണ്. ആ സ്റ്റോറി ബേസായി എടുത്താണ് ഗോട്ടിൻ്റെ പ്ലോട്ട് എന്നൊക്കെയാണ് ടോപ്പ് ട്രെൻഡിങ് റൂമർ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ ഡി ഏജിങ് ക്യാരക്ടറാണ് വില്ലൻ എന്ന് റൂമേഴ്സ് പറയുന്നു. പുതിയ റൂമേഴ്സ്, ഇപ്പോഴത്തെ റൂമേഴ്സ്. ഇനി അടുത്ത റൂമർ നോക്കുമ്പോൾ സയൻറ്റിസ്റ്റ് വിജയാണ് വില്ലൻ എന്നാണ് പറയുന്നത് അടുത്ത റൂമർ. ഞാനും ആഗ്രഹിക്കുന്നത് സയൻറ്റിസ്റ്റ് വിജയ് വില്ലനാകണമെന്ന് തന്നെയാണ്. കാരണം ആ ലുക്ക് തന്നെ റഫ് ലുക്കാണ്. പക്ക നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടറിന് വേണ്ട എല്ലാ ലുക്കും ഉണ്ട്. അപ്പോൾ ഈ റൂമറിൻ്റെ സ്റ്റോറി റൂമർ നോക്കുമ്പോൾ ഈ ഗ്ലിംസിൽ തന്നെ ഒരു ഫ്രെയിമിൽ ജനറ്റിക് എഞ്ചിനീയറിനെ കുറിച്ചൊക്കെ കാണിക്കുന്നുണ്ട്. ഈ മനുഷ്യന്മാരെയൊക്കെ പിടിച്ച് പരീക്ഷണം നടത്തി ക്ലോൺ ചെയ്യിപ്പിക്കാനും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ തെറ്റായ കണ്ടുപിടുത്തങ്ങൾ ചെയ്യാനും ആഗ്രഹിക്കുന്ന ഒരു സയൻറ്റിസ്റ്റാണ് നമ്മുടെ ഈ ഗോട്ട് മൂവിൽ വരുന്ന സയൻറ്റിസ്റ്റ് വിജയ്. ഇതാണ് ഇപ്പോൾ റൂമർ സ്റ്റോറിയിലുള്ളത്. ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ പോകുന്ന മറ്റൊരു റൂമറാണ് ഈ സയൻറ്റിസ്റ്റും വില്ലനാണ്, ഡി ഏജിങ് ക്യാരക്ടറും വില്ലനാണ്. വിസിൽ പോഡ് ചിന്ന ചിന്ന കണ്ണ് സോങ്ങിൽ ഇടുന്ന വിജയാണ് ഈ പടത്തിൽ ഹീറോ എന്നും പറഞ്ഞ് മറ്റൊരു റൂമർ പോകുന്നുണ്ട്. ഈ ഗ്ലിംസിൽ തന്നെ കാർ ചേസ് ചെയ്ത് വരുന്നത് തന്നെ ഈ നോർമൽ ലുക്കുള്ള വിജയാണെന്ന് പറഞ്ഞ് തന്നെ ഒരു വമ്പൻ റൂമറും പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഗ്ലിംസ് വന്ന ശേഷം ട്രെൻഡിങ് ആയി പോകുന്ന റൂമേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏത് റൂമേഴ്സാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ, ഷെയർ ബട്ടൺ തട്ടി വിടുക. സൈഡിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ, ബെൽ ബട്ടൺ കൂടെ തട്ടി വിടുക. കൊള്ളായിരുന്നു. ഇന്ന് പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.